റേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വൈദികരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ, ഫാദർ അഖിൽ പത്തിൽ, ഫാദർ ജോസ് തയ്യിൽ, ഫാദർ ജോസഫ് ഓണാട്ട്. സ്നേഹമുള്ള പ്രേക്ഷകരെ, എൻ്റെ പ്രിയ സഹവൈദികരെ, ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസം UK ധ്യാനിപ്പിക്കാനായി പോയപ്പോൾ എയിൽസ്ഫോർഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നു. അന്ന് അവിടുത്തെ ഉണ്ടായിരുന്ന ആളുകൾ, ധ്യാനത്തിൽ പങ്കെടുത്ത നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ഛൻ ഇപ്പോൾ നിൽക്കുന്ന മണ്ണിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്. സൈമൺ സ്റ്റോക്ക് എന്ന് പറയുന്ന വൈദികന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഉത്തരീയം നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമായിട്ട് നീ ഇത് സ്വീകരിക്കുക. ഇത് ബ്രിട്ടനിലുള്ള കെന്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥലം. അവിടെ നിന്ന് അവിടുത്തെ ആശ്രമ സുപ്പീരിയറൊക്കെ എനിക്ക് തന്ന ഉത്തരീയോ ഒക്കെ ഞാൻ പലർക്കും കൊടുക്കാനൊക്കെ ഇടയായി. അപ്പം അന്നു മുതലുള്ള എൻ്റെ ഒരു ചിന്തയാണ്, എന്തിനാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്? നമുക്കറിയാം, സഭ അംഗീകരിച്ചതും അംഗീകരിക്കാത്തതുമായിട്ടുള്ള ഒത്തിരി പ്രത്യക്ഷീകരണങ്ങൾ നമുക്കറിയാം. വേളാങ്കണ്ണിയിൽ ഒത്തിരി പേര് പോകുന്നുണ്ട്, അതുപോലെ തന്നെ മെഡ്ജുഗോറിയിൽ പോകുന്നുണ്ട്. ഇതെല്ലാം മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളാണെങ്കിലും ഇതൊന്നും സഭ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതൊക്കെ അതിന്റെ പ്രോസസ്സിലായിരിക്കാം. സഭ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ സഭ അംഗീകരിച്ച 10ഓളം പ്രത്യക്ഷീകരണങ്ങളുണ്ട്. അത് അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞേക്കാളും കൂടുതൽ എനിക്ക് ഒഫീഷ്യലായിട്ട് പ്രൊക്ലെയിം ചെയ്തിട്ടില്ല. സഭ അത് അംഗീകരിച്ചതായിട്ട് പ്രഖ്യാപിക്കാത്തത് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് ഒരുപാട് വർഷക്കാലം പഠിച്ചിട്ട് വേണം. അപ്പൊ ആ ഒരു പഠനത്തിലാണ്. അതായത് അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥം. ശരിക്കും പറഞ്ഞാൽ സഭയുടെ സുതാര്യതയാണ് കാണിക്കുന്നത്. ഒരു കാര്യം അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് വർഷങ്ങൾക്കുള്ള പഠനം, അതിന്റെ ചരിത്രം പരിശോധിച്ച് സാക്ഷ്യങ്ങളെ രേഖപ്പെടുത്തി ഇതിനെല്ലാം ശേഷമാണ് സഭ ഔദ്യോഗികമായി ഒരു കാര്യം പ്രഖ്യാപിക്കുന്നത്. ഒരിക്കലും തെറ്റാൻ പാടില്ല. അത് സഭയുടെ ഒരു പഠനത്തിന്റെയും സഭയുടെ ഒരു വിശ്വസ്തതയുടെ എല്ലാം ഒരു ഘടകമാണ്. നമുക്കറിയാം, നമ്മുടെ സഭയിൽ വിശുദ്ധര് പ്രഖ്യാപിക്കപ്പെടുന്നു. ഇന്ന് മരിച്ച ഒരാളെ, എത്ര വിശുദ്ധിയിൽ ജീവിച്ച ഒരാളാണെങ്കിൽ പോലും നാളെ അത് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. അതിന് വലിയൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിന്റെ, അത് കാനനൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയി ഓരോ കാലഘട്ടങ്ങളിൽ അതിനെ പഠിച്ച് ആ വ്യക്തിയുടെ ജീവിതം, അനുഭവ സാക്ഷ്യങ്ങൾ, വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ആ ദേശത്ത് വ്യക്തി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പഠിച്ച് വർഷങ്ങളുടെ ഒരു പഠനമാണ്. ആ പഠനത്തിനെല്ലാം ശേഷം അതുകൊണ്ട് തന്നെ സഭ അംഗീകരിച്ചത് എന്ന് നമ്മൾ പറയുമ്പോൾ സഭ അത് ഊട്ടി ഉറപ്പിക്കുകയാണ്. അവിടെ തീർച്ചയായിട്ടും പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ മറ്റൊന്നും സഭ നിരസിക്കുന്നില്ല. ഉദാഹരണമായി പറഞ്ഞാൽ വേളാങ്കണ്ണി സഭ അതിനെ എതിർക്കുന്നില്ല, അതിനെ നിരസിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിനെ ഈയിടയ്ക്ക് സഭയുടെ ഒരു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ പോകാം, പ്രാർത്ഥിക്കാം, എല്ലാം ചെയ്യാം. മാതാവിന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരുപാട് പ്രത്യക്ഷീകരണങ്ങളിൽ സഭ ഒന്നും തെറ്റാണെന്ന് പഠിപ്പിക്കുന്നില്ല. അവിടെ തീർച്ചയായിട്ടും പോകാം. പക്ഷെ സഭ അതിനെക്കുറിച്ച് ഔദ്യോഗികമായി അതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമായി എടുത്തുയർത്തുമ്പോൾ, അല്ലെങ്കിൽ സഭ അതിനെ ഔദ്യോഗികമായി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണെന്ന് പറയുമ്പോൾ, സഭ അങ്ങേയറ്റം പഠിപ്പിച്ചതിന് ശേഷവും വ്യക്തമായ ധാരണയോടും കൂടി പഠനത്തിന്റെ പിൻബലത്തോടു കൂടിയാണ് അത് പ്രഖ്യാപിക്കുന്നത്. അതാണ് അതിൻ്റെ അകത്തുള്ള വ്യത്യാസം. ചിലപ്പോൾ അത് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും. അപ്പോൾ സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച് ഇവിടെ പ്രത്യക്ഷീകരണം നടന്നു, അല്ലെ മറിയൻ അപ്പരിഷൻസ് എന്നാണ് പറയുന്നത്. ഞാൻ നടന്നു എന്നുള്ളത് പ്രഖ്യാപിക്കുന്ന ഏകദേശം 10ഓളമാണ്. അതിലുള്ളതാണ് ഫാത്തിമ, ലൂർദ്, ഗ്വാദലൂപ്പ, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഇതിലെ ഏറ്റവും ആദ്യം ഉള്ളത് ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടതാണ്. അത് 13-ാം നൂറ്റാണ്ടിലാണ് അത് പറയുന്നത്. 13-ാം നൂറ്റാണ്ടിൽ അവിടെയാണ് ജപമാല നൽകുന്നത്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം പേറുന്ന ഒരു ആഭരണം എന്ന് പറയുന്നത് ജപമാലയാണ്. രണ്ടാമത് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ഈ സൈമൺ സ്റ്റോക്കിനാണ്. അവിടെ പരിശുദ്ധ ഉത്തരീയം നൽകുകയാണ്. ബാക്കിയുള്ളിടങ്ങളിലൊന്നും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല, അല്ലേ?
കാതറിൻ ലബോറയുടെ ക്യാതറിൻ ലബോറിന് അവരോട് പ്രത്യക്ഷപ്പെട്ടിട്ട് അതുപോലെ പറയും. നിർമ്മിക്കാൻ പറയും. അത്ഭുത കാശുരൂപനാഥയുടെ മെഡൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ രണ്ടും പരിശുദ്ധ അമ്മ എന്തോ മെറ്റീരിയലായിട്ട് അവർക്ക് നൽകുന്നതായിട്ട് കാണുന്നു. അപ്പം ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ടൊരു ചർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ ഈ മരിയൻ പ്രത്യക്ഷീകരണങ്ങളുടെ ആവശ്യകത എന്താണ് എന്നുള്ളതൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഈ മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ധ്യാനിക്കുന്നത് നല്ലതാ. ഏതൊരു ദേശത്തും ദൈവവിചാരം മറന്നുപോയി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാതാവ് നേരിട്ട് ഇറങ്ങി വരുന്ന ഒരു ഡയറക്റ്റ് ഇന്റർവെൻഷൻ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ചിത്രമാണ്. ഈ വിശുദ്ധ ഡോൺ ബോസ്കോ കാണുന്ന ഒരു സ്വപ്നമാണ്. കടലിൽ ആടിയുലയുന്ന ഒരു കപ്പൽ, ആ കപ്പലിനെ താങ്ങി നിർത്തുന്ന 2 തൂണുകൾ കടലിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്നു. 2 തൂണുകൾക്കും ദൈവം കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം, അത് ഡോൺ ബോസ്കോ പറയുന്ന ഇപ്രകാരമാണ്: ഒന്ന് പരിശുദ്ധ കുർബാന, മറ്റേത് ജപമാല. ഇത് രണ്ടുമാണ്. എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 ഉത്തരങ്ങൾ. ഒന്ന് ഈശോ തന്നെ, മറ്റേത് പരിശുദ്ധ കന്യകാമറിയം. ഇത് സഭയെ ഇന്ന് താങ്ങി നിർത്തുന്ന 2 ആയുധങ്ങളാണ്. സഭയുടെ വലിയൊരു ശക്തി കേന്ദ്രങ്ങളാണ് ഇത് രണ്ടും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സ്വർഗത്തിൽ നിന്നും ഡയറക്റ്റ് ഇന്റർവെൻഷൻസ് ഇന്ന് ഈ ഭൂമിയിൽ 2 കാര്യങ്ങളെ നമുക്കുള്ളൂ. സ്വർഗത്തിൽ നിന്നും നേരിട്ട് ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ സഭയെ ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന 2 സാന്നിധ്യങ്ങൾ. ഒന്ന് പരിശുദ്ധ കുർബാന അൾത്താരയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അപ്പമായി ദൈവം തന്നെ ഇറങ്ങി വരുന്നു, ദൈവം ഇറങ്ങി വരുന്നു. രണ്ടാമതായി നമുക്ക് പറയാൻ സാധിക്കും പരിശുദ്ധ അമ്മയാണ്. സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ട, നമ്മൾ പറഞ്ഞല്ലോ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. എങ്കിൽ ആ സ്വർഗാരോപണത്തിൽ കയറിപ്പോയ സ്ത്രീ വീണ്ടും ഇറങ്ങി വരുന്ന വേളകൾ, അതാണ് പ്രത്യക്ഷീകരണങ്ങൾ. മാതാവ് ഒരു ദേശത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഇനി മാതാവ് ഏതെല്ലാം പ്രത്യക്ഷീകരണങ്ങൾ, അച്ഛനിപ്പം പറഞ്ഞ സ്ഥലങ്ങൾ, ലൂർദ്, ഫാത്തിമ, ഗ്വാഡിലൂപ്പെ, ഇതെല്ലാ സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മ. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ മെഡല് കൊടുത്തു, സൈമൺ സ്റ്റോക്കിന് ഉത്തരീയം കൊടുത്തു. ഇതെല്ലാം ഒരു പ്രതിസന്ധി ഈ ലോകത്ത് ജന്മമെടുക്കുമ്പോൾ മാതാവ് വീണ്ടും, അതാണ് സഭയുടെ ആദ്യത്തെ ശിഷ്യ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. ക്രിസ്തുവിന്റെ ആദ്യത്തെ ശിഷ്യ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. സഭയുടെ ഫസ്റ്റ് ഡിസൈപ്പിൾ എന്ന് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ. വീണ്ടും സഭയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വീണ്ടും സഭയുടെ ആദ്യത്തെ ശിഷ്യ ഇറങ്ങി വരും, വീണ്ടും അതിനെ ഒന്ന് നേർവഴിക്കാക്കാൻ. അതൊരു അത്ഭുത ശക്തിയായിട്ട് കടന്നു വരുന്നതാണ്. ഏതെല്ലാം നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് ഒരു ഉദാഹരണം എന്നോണം പറയുന്നത് ഗ്വാഡിലൂപ്പെ, ആ മെക്സിക്കോയിൽ ആ ഗൗഡിലൂപ്പെ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിരീശ്വരവാദം വളർന്ന ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകിച്ച്, അവിടെ നരബലി നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ആ നരബലി നടന്നിരുന്ന സ്ഥലത്ത് ഒരു മനുഷ്യന്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ മനുഷ്യനോട് പറയുന്നത് മെത്രാന്റെ അടുത്തേക്ക് ചെല്ലുക, ആ മെത്രാന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ ഒരു കപ്പേള പണിയാൻ, എൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം, ഒരു കപ്പേള പണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഒരു കപ്പേള പണിത് ആ കപ്പേളയിൽ പ്രാർത്ഥന ആരംഭിക്കട്ടെ. ഒരു ദേശത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു സൊല്യൂഷനാണ് ബ്രിങ് ഇൻ മേരി, പരിശുദ്ധ കന്യകാമറിയത്തെ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ നമ്മൾ കാനായിലെ കല്യാണം വരുന്ന ആ ഒരു തിരുവചനം വ്യാഖ്യാനിക്കുമ്പോൾ യോഹന്നാൻ വളരെ സൂക്ഷ്മതയോടുകൂടി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോ വരുന്നതിന് മുമ്പ് തന്നെ യോഹന്നാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കുടുംബത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പറയുക. യോഹന്നാൻ അവിടെ വിവാഹ വിരുന്നിന് വന്ന ശ്രേഷ്ഠരുടെ പേര് പറയുന്നില്ല, കുടുംബനാഥന്റെ പേര് പറയുന്നില്ല, നാഥയുടെ പേര് പറയുന്നില്ല, മണവാളനോ മണവാട്ടിയോ ആരാണെന്ന് പോലും പറയുന്നില്ല. അതൊന്നും യോഹന്നാനെ സംബന്ധിച്ച് പ്രാധാന്യം അർഹിക്കാത്ത കാര്യം. പക്ഷെ ഒരു പ്രാധാന്യം അവിടെയുണ്ട്. കാരണം കാനായിലെ ആ കല്യാണ വിരുന്നിന് ഇനി ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിന്റെ കാരണക്കാരി അവിടെ നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ. അതുപോലെ തന്നെ ഇന്ന് ഈ ലോകത്ത് എവിടെയെല്ലാം ശൂന്യതയുണ്ടെങ്കിൽ, എവിടെയെല്ലാം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് നിറയ്ക്കേണ്ട സാന്നിധ്യം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ ഗ്വാഡിലൂപ്പയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ ദേശത്ത് തിന്മ പെരുകിക്കൊണ്ടിരിക്കുന്ന കന്യകമാരെ നരബലി എന്നോണം അർപ്പിച്ചുകൊണ്ടിരിക്കുക ദേവന്മാർക്ക്. ആ സമയത്ത് പറയുന്ന ഒരു കപ്പേള അവിടെ വരട്ടെ, അവിടെ പ്രാർത്ഥന ആരംഭിക്കട്ടെ. അങ്ങനെ ആ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ആ ദേശം വിശദീകരിക്കപ്പെടുന്നു. ഇന്ന് ഗൗദാലൂപ്പെ അല്ലെങ്കിൽ ഗാഡിലൂപ്പെ അറിയപ്പെടുന്നത് മാതാവിന്റെ മണ്ണായിട്ടാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും പള്ളികളുണ്ട് ഗൗദാലൂപ്പെ മാതാവെന്ന് അറിയപ്പെടുന്നത്, ഗാഡിലൂപ്പെ മാതാവെന്നാണ് അറിയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെയെല്ലാം പരാജയങ്ങൾ. ഇപ്പൊ സൈമൺ സ്റ്റോക്സിനെ കൊടുക്കുമ്പോൾ പോലും സഭ വലിയൊരു പ്രതിസന്ധിയിൽ, പാഷണ്ഡതയുടെ നടുവിൽ നിൽക്കുമ്പോൾ വീണ്ടും ഈ പാഷണ്ഡതയുടെ നടുവിൽ നിന്നും സഭയെ രക്ഷിക്കാൻ വേണ്ടി എന്ത് സാന്നിധ്യമാണ് വേണ്ടത്? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഈ പ്രത്യക്ഷീകരണങ്ങൾ സ്വർഗത്തിൽ നിന്നും വീണ്ടും ഈ അപ്പസ്തോല അല്ലെങ്കിൽ ഈ ശിഷ്യ ഇറങ്ങി വരുന്നത്
സഭ വീണ്ടും പ്രതിസന്ധിയിൽ എത്തുമ്പോൾ സഭയുടെ നെടുന്തൂന്നെന്നോണം പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തോടൊപ്പം സഭയിൽ നിൽക്കുന്ന ഈ സാന്നിധ്യം കടന്നു വരുന്നു. എവിടെയെല്ലാം പരാജയം സഭ ഏൽക്കേണ്ടി വരുമ്പോൾ, എവിടെയെല്ലാം തളർന്നു എന്ന് നമ്മൾക്കൊരു ബോധ്യം വരുമ്പോൾ, അവിടെയെല്ലാം പരിശുദ്ധ അമ്മ സ്വർഗം വിട്ട് വീണ്ടും ഇറങ്ങി വരുന്നു. അതാണ് ഒരു സാന്നിധ്യമായിട്ട് കടന്നു വരുന്നത്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് 19-ാം നൂറ്റാണ്ടിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. 19-ാം നൂറ്റാണ്ടാണ് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്, അതായത് മരിയ ഭക്തിയുടെ നൂറ്റാണ്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിലാണ് ഭൗതികവാദവും ലൗകായികത്വവും ഏറ്റവും കൂടുതൽ താണ്ഡവമാടിയ ഒരു സമയമാണ്. ആ സമയത്താണ് പരിശുദ്ധാമ്മ ഒരുപാട് പ്രത്യക്ഷീകരണങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമാണത് 19-ാം നൂറ്റാണ്ടിൽ. അതുകൊണ്ട് ആ നൂറ്റാണ്ടിനെ തന്നെ വിളിക്കുന്നത് അങ്ങനെയാണ്. കാര്യം ആ സമയത്താണ്, ആ നൂറ്റാണ്ടിലാണ് പരിശുദ്ധാമ്മയോടുള്ള ഭക്തി കൂടുതലായിട്ട് വളർന്നു വരുന്നത്. പിന്നീട് അതിനെ വളർച്ചകൾ വന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞത് ഈ തിന്മ താണ്ഡവമാടുമ്പോൾ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലം എന്ന് പറയുമ്പോൾ ഈ പോളണ്ട്, അവിടെയെല്ലാം കമ്മ്യൂണിസം വളരെയധികം പ്രബലമായ സമയമാണ്. പോളണ്ട്, റഷ്യ, ഇതെല്ലാം. അപ്പൊ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യഥാർത്ഥത്തിൽ ദൈവം തെരഞ്ഞെടുത്തൊരു വ്യക്തി പോലെ ഒരു വ്യക്തിയാണ്. കാര്യം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം നമുക്കറിയാം, അന്ന് പോളണ്ടിൽ ബിഷപ്പായിട്ട് തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ, കാര്യം പോളണ്ടിൽ നിന്നാണല്ലോ ജോൺ പോൾ രണ്ടാമൻ, ഗവൺമെന്റ് അംഗീകരിക്കണം, എന്നാലേ ആ വ്യക്തിക്ക് അവിടെ ബിഷപ്പ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് മരിച്ചു. അടുത്തൊരു ബിഷപ്പിനെ നിയമിക്കാൻ വേണ്ടി ഇവര് സിനഡ് തെരഞ്ഞെടുക്കുന്നു. ആ പേര് പോളണ്ടിലേക്ക് ഗവൺമെന്റിലേക്ക് അയക്കുന്നു. 5 പ്രാവശ്യം ഓരോ പേരുകൾ അയച്ചു. 5 പ്രാവശ്യവും ഗവൺമെന്റ് നിരസിച്ചു. 6ാമത്തെ പ്രാവശ്യമാണ് ഈ ജോൺ പോൾ രണ്ടാമൻ കരോൾ വോയ്റ്റീവയുടെ പേര് പോകുന്നത്. കരോൾ വോയ്റ്റീവ അംഗീകരിച്ചു. കാരണം എന്താ? ഒരു തൊഴിലാളിയായിരുന്നു. ഈ തൊഴിലാളിയായ ഈ കരോൾ വോയ്റ്റീവ ബിഷപ്പായി വരുമ്പോൾ അവിടെ കമ്മ്യൂണിസം വളരും, തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുമെന്ന ഒരു ചിന്തയാണ് അവർക്കുള്ളത്. അങ്ങനെ വന്നു, ബിഷപ്പായി, പിന്നീട് മാർപ്പാപ്പയായി. കമ്മ്യൂണിസം എന്ന ഒരു പ്രസ്ഥാനം തന്നെ പോളണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. നമുക്കറിയാം, റഷ്യ മാനസാന്തരത്തിലേക്ക് വന്നു. റഷ്യയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മിഖായിൽ ഗർബച്ചോ ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ അവിടുത്തെ ഭരണാധികാരി. മിഖായിൽ ഗർബച്ചോ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് കൈ കൊടുത്തതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. കൈ കൊടുത്തു, എന്നിൽ മാനസാന്തരം സംഭവിച്ചു. പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നതാണ്. കാരണം ആ കയ്യിൽ ജപമാലകൾ ഒരിക്കലും ഒഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഫാത്തിമയിലെ പ്രതിഷ്ഠീകരണത്തിന്റെ സമയത്താണ് പരിശുദ്ധ അമ്മ രക്ഷയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പറയുന്നത്. വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അത് ചെയ്തത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് റഷ്യക്ക്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്താണല്ലോ സോവിയറ്റ് യൂണിയൻ തകർന്നു പോകുന്നത്. റഷ്യയെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഫാത്തിമയിൽ വെച്ച് മാതാവ് ആവശ്യപ്പെടുന്നതാണ്. അത് നിവർത്തിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പിന്നീട് ഒരു മാനസാന്തരമാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ബെന്നിഹീൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സുവിശേഷ പ്രഘോഷകനാണ്. പക്ഷെ അദ്ദേഹം കത്തോലിക്കനല്ല. ബെന്നിഹീൻ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റ് ഇതിൽ വരുന്നതാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: ആസ് ലോങ് ആസ് ദ കാത്തലിക് ചർച്ച് സെലിബ്രേറ്റ് യുക്രിസ്റ്റ് ആൻഡ് റിസൈറ്റ് റോസറി, നോ ഈവിൾ ക്യാൻ ടച്ച്. അപ്പൊ അവർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എത്ര കാലത്തോളം കത്തോലിക്ക സഭ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, ഒരു പിശാചിനും ആ സഭയെ തകർക്കാൻ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അപ്പനും അമ്മയും മരിച്ചുപോയി, അനാഥനായി, ഒത്തിരി കഷ്ടതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ സഹനത്തിന്റെ സമയത്തെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വളരെ ഒരു ശക്തി പകരുന്ന അമ്മ തന്നെ. കാരണം നമ്മൾ സാധാരണ ഒരു കുഞ്ഞ് കരയുമ്പോൾ അമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ആ കൊച്ചിന് എന്തുമാത്രം ഒരു കംഫർട്ടാണ് ഫീൽ, എന്തുമാത്രം ആശ്വാസം ഫീൽ. അത് വേറെ ഒന്നിനും നൽകാനായിട്ട് പറ്റത്തില്ല. വേറെ ഒരു കാര്യത്തിനും കൊച്ചിന് കളിപ്പാട്ടം കൊടുത്താലോ അല്ലെങ്കിൽ കൊച്ചിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താലോ അതിന് കിട്ടുന്നതിനേക്കാളും, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു ആശ്വാസം, ഒരു സംരക്ഷണം ഒരു അമ്മ ചുമ്മാ വന്ന് ചേർത്ത് പിടിക്കും നമുക്ക് കിട്ടും. അപ്പൊ അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അതുകൊണ്ടാണല്ലോ മാർപ്പാപ്പ പറഞ്ഞത്: മറിയമ്മേ, ഞാൻ പൂർണ്ണമായും നിന്റേതാകുന്നു. എന്ന് മാർപ്പാപ്പ പറഞ്ഞതിന്റെ കാരണമാണ്. അപ്പൊ ഇനി മുതൽ ഇവളാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞ് മരിച്ചപ്പോ അവൻ കണ്ടത് ദൈവമാതാവിന്റെ രൂപമാണ്. രൂപത്തിൽ നോക്കി അത് പറയുന്നത്. അതുപോലെ സങ്കടങ്ങൾ അനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ആശ്രയമായിട്ട് അവള് മാറുക, അല്ലേ? അതുകൊണ്ടാണ് ഒരു ഗാനം പാടിയാലോ. അതാ എനിക്ക് മനസ്സിലാകുന്ന ഒരു ഗാനം തന്നെയാണ്. അപ്പം നമ്മള് ഇടനെഞ്ചിലെരിയുന്ന കനലിന്റെ ചൂടേറ്റ് അപ്പൊ കണ്ണുനീര് വീഴുമ്പോ ആ കണ്ണുനീരുകളെ
നന്മ നിറഞ്ഞ മറിയമാക്കി രൂപാന്തരപ്പെടുത്തി നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അതിൽ നമുക്ക് ഈ കൊച്ചുകുട്ടി കിട്ടുന്ന പോലെ തന്നെ ഒരു മാതാവിന്റെ ആശയം, അത് മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് വെടിയേറ്റപ്പോൾ അനുഭവിച്ചു. നമ്മളെല്ലാം ലോകം മുഴുവൻ ആ ഫോട്ടോയിലൂടെ അത് കണ്ടു. നമുക്ക് ആ പാട്ടൊന്ന് പാടാം. ഇടനെഞ്ചിലെരിയുന്ന കനലിന്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി, അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. ഇടനെഞ്ചിലെരിയുന്ന കനലിന്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനകത്ത് 3 രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അത് അതിനകത്ത് ഉള്ള ഒരു കാര്യം, അതായത് 3-ാമത്തെ കാര്യം തന്നെയാണ്, ഒരു സഭയിലെ ഒരു ശ്രേഷ്ഠനെതിരായിട്ട് ഒരു ആക്രമണം ഉണ്ടാകും. അപ്പോൾ അത് ജോൺ പോൾ രണ്ടാമൻ ആയിരുന്നു എന്നുള്ള കാര്യം അത് സംഭവിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാവർക്കും മുമ്പിൽ ആ രഹസ്യം കത്തോലിക്ക സഭ വെളിപ്പെടുത്തുക. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ അപ്പോൾ ചെറുപ്പത്തിൽ മുതലേ ആ പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിൽക്കുവാൻ ഈശോ ഒരുക്കി. അതിനുവേണ്ടിയായിരുന്നു ആ സഹനങ്ങൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പൊ ആ ഒരു സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മയോട് ചേർന്നതിനെ സ്വീകരിക്കുക. കാരണം പരിശുദ്ധ അമ്മ അത്രമാത്രം അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. കാരണം ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുമ്പോഴും ഓരോ മുറിവുകളിലൂടെ ഏറ്റെടുത്തു പോകുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ഹൃദയങ്ങളിൽ ഒത്തിരി അധികം സങ്കടങ്ങൾ കടന്നു പോകുമ്പോഴും ഈശോ കുരിശിൽ കിടന്ന് മരിക്കുമ്പോഴും അത് കാണാൻ സഹിക്കാൻ പറ്റാതെ സൂര്യൻ പോലും കണ്ണടച്ച് ലോകം മുഴുവൻ ഇരുണ്ടു പോകുമ്പോഴും പരിശുദ്ധ അമ്മ മാത്രം കണ്ണിടറാതെ കാലിടറാതെ ഈശോയെ തന്നെ നോക്കി നിന്നു. കാരണം അവൾക്ക് അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു. ആ സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ശക്തി ഈശോയിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നമ്മൾ സ്വീകരിച്ചിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. ഓരോ സങ്കടങ്ങളെ കടന്നു പോകുമ്പോൾ ജപമാല ചെല്ലുമ്പം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരാശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ചേർത്ത് നിർത്തുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും തന്നെ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അല്ലാണ്ട് പാപികളുടെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെയെല്ലാം പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ തരുന്ന ഒരു വലിയ ടൂളെന്ന് പറയുന്നത് അത് ജപമാല തന്നെയാണ്. ഓരോ പ്രത്യക്ഷീകരണങ്ങളോടും മാതാവ് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് ജസ്റ്റിൻ അച്ഛൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ വിശുദ്ധീകരണമോ അല്ലെ ഒരു പ്രത്യേക നിയോഗത്തിന്റെ പൂർത്തീകരണമോ ഒരു രാജ്യത്തിന്റെ തന്നെ വീണ്ടെടുക്കലോ, ഒരു പുതിയ പഠനവും മുമ്പ് പറഞ്ഞ പോലെ ഞാൻ അമലോത്ഭവയാണ്, അങ്ങനെ ഒരു പുതിയ പഠനവും പരിശുദ്ധ നൽകുന്നുണ്ട്. അത് ഒരു വലിയ നമ്മൾ ഈ സഹനത്തിന്റെ കാര്യങ്ങളോ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോ ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ നമ്മള് ഒക്ടോബർ മാസം ജപമാല മാസമാണെന്ന് പറഞ്ഞു. ഇതുപോലെ മറ്റൊരു മാസം കൂടി നമ്മുടെ കയ്യിലുണ്ട്, മെയ് മാസം വണക്കമാസം. മാതാവിന് നമ്മൾ പ്രത്യേകമായി പ്രതിഷ്ഠിക്കുന്ന ഒരു മാസമാണ്. ഈ മെയ് മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. കാര്യം മെയ് മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ആഗോള തലത്തിൽ എടുക്കുമ്പോൾ ഇന്ത്യയിൽ അതത്ര ബാധകമായിരിക്കില്ല. സ്പ്രിംഗ് സീസണാണ്. സ്പ്രിങ്ങിന്റെ ഏറ്റവും ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് മെയ് മാസം. അപ്പൊ സ്പ്രിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് പൂക്കൾ ഉണ്ടാകുന്ന സമയം, ഒരു പുതുമ വരുന്ന സമയം, ഒരു തുടക്കം വരുന്ന ഒരു പുതുമയാണ് ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ. ആ ഒരു ചിന്തയിൽ നിന്ന് കൂടിയാണ് ഈ മെയ് മാസം പരിശുദ്ധ അമ്മയ്ക്ക് വണക്ക മാസമായത്. അതായത് എവിടെയെല്ലാം നമുക്കൊരു വേദനയുണ്ടോ അല്ലെങ്കിൽ ഒരു തളർച്ചയുണ്ടോ അവിടെ ഒരു ഉണർവ് തരാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. അത് തന്നെയാണ് നമ്മൾ ലുത്തിനിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഉഷകാല നക്ഷത്രം. എന്തുകൊണ്ടാണ് ഈ ഉഷകാല നക്ഷത്രം എന്ന് പറയുന്നത്? ഉഷകാല നക്ഷത്രം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന നക്ഷത്രം. അപ്പൊ ഈ പ്രഭാതത്തിൽ ആ നക്ഷത്രം കാണുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുക? പ്രഭാതം പൊട്ടിവിടരാനുള്ള സമയമായി. അപ്പൊ അതൊരു നമുക്ക് പ്രത്യാശ തരുന്ന ഒരു ഇതാണ്. അത് തന്നെയാണ് ഈ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും കിട്ടേണ്ടത്, അതാണ് ഒരു പ്രത്യാശ. അതായത് അവള് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി കടന്നു വരും. ഡോക്ടർ പറഞ്ഞ കാര്യം ചേർത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സെമിനാരി കാലഘട്ടത്തിൽ എൻ്റെ റീജൻസി സമയത്ത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒത്തിരി അധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോയ സമയമാണ്. അപ്പം ഞാൻ ആദ്യം കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ജപമാല സെമിനാരി കാലഘട്ടത്തിൽ വലിയൊരു ശക്തിയായിരുന്നു.
അപ്പോൾ ഞാൻ ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ ആദ്യത്തെ ജപമാല, ഒരു ദിവസത്തെ ആദ്യത്തെ ജപമാല എൻ്റെ പൗരോഹിത്യത്തിന് വേണ്ടിയായിരുന്നു. പൗരോഹിത്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല വൈദികനായി തീരുവാൻ വേണ്ടിയുള്ള ഒരു ജപമാലയായിരുന്നു. പക്ഷേ എനിക്ക് പ്രതിസന്ധി കടന്നു വന്നപ്പോൾ എനിക്ക് വൈദികനാകേണ്ട ഒരു ചിന്ത, ആകേണ്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വന്നു. അതിനെ ഒത്തിരി അധികം അലട്ടി. എന്തിന് ഞാൻ ഈ 7 വർഷങ്ങൾ ജീവിച്ചു എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്ന സമയത്തെല്ലാം എനിക്ക് ജപമാല, പക്ഷേ ആ ജപമാല മാത്രം ഞാൻ ഒഴിവാക്കുന്നില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളിലെല്ലാം എനിക്ക് വൈദികനാകണ്ടെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ആ ജപമാല ചൊല്ലുമ്പോൾ മാത്രം ഞാൻ വൈദികനാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നോർമലി റൊട്ടീനായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നത് പോലെ പ്രാർത്ഥിച്ചു. പക്ഷേ ഇതിൻ്റെ ഇന്റൻ സ്പീക്കിൽ എത്തുന്ന ഒരു സമയത്ത് നമുക്കറിയാം, സെമിനാറിൽ നമ്മൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്യാനായിട്ട് നിർബന്ധിതമാകും. നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്നതും നിർബന്ധിക്കപ്പെട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ പീക്ക് ടൈമിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് തൊട്ട് ഈ ജപമാല നിർത്തുവാണ്. ഈ ഒരു ജപമാല ഞാൻ ആദ്യം പൗരോഹിത്യത്തിന് വേണ്ടി ചെല്ലുന്ന ജപമാല ഞാൻ നിർത്തുവാണ്. ഗ്രാജുവലി എനിക്ക് സെമിനാരിൽ നിന്ന് പുറത്തു പോകണം. അപ്പോൾ അതിനുവേണ്ടി നിർത്തുകയാണ്. പക്ഷെ ഞാൻ അതുകൊണ്ട് സാധാരണ ഈ ജപമാല ഞാൻ ചൊല്ലാറുള്ളത് വിശുദ്ധ കുർബാനയ്ക്ക് മുൻപാണ്. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ചാണ് അപ്പോൾ പക്ഷേ അന്ന് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ചെല്ലിയില്ല, പകൽ സമയങ്ങളിൽ ഒന്നും ചെല്ലിയില്ല. ഞാൻ രാത്രി വരെ ഈ ജപമാല ചൊല്ലാതിരുന്നു. പക്ഷെ അവസാന രാത്രി 11 മണിയായപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായ, ഞാനിതുവരെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഭയങ്കരമായ ഒരു പ്രഷർ ഉണ്ടായി ഈ ജപമാല ചൊല്ലാൻ. ഞാൻ അതുകൊണ്ട് ഉറക്കത്തിലാണോ അല്ലാതെയോ ഈ ജപമാല ഞാൻ ചൊല്ലി. അതിനുശേഷം പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോയി. അത് ഇന്ന് വരെ സെമിനാരിൽ ഞാൻ ചേർന്ന് ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു, അച്ഛനായി. അപ്പോൾ ഞാൻ പട്ടത്തിൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ ഈ പട്ടത്തിൻ്റെ സമയത്ത് എനിക്ക് ഇപ്പം ഞാൻ 12 വർഷം, അതായത് 365 × 12 അത്രയും ജപമാലയുടെ ശക്തി ഈ സമയങ്ങളിൽ ഉണ്ടാവണം, എനിക്ക് മുമ്പോട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാത്താൻ നമുക്ക് തരുന്ന ഒരു ചിന്തയ്ക്ക് എതിരായ ഒരു ശക്തിയായിട്ട് പരിശുദ്ധ അമ്മ നിലകൊണ്ടെന്നുള്ളത് ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അച്ഛൻ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ജപമാല നമുക്ക് എത്രമാത്രം ശക്തി തരുമെന്ന്. ഇന്ന് നമ്മളും ഈ ജപമാല ചൊല്ലേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുന്നു, നമ്മളെ കാണുന്ന പ്രേക്ഷകരും ചിലപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്നവരുണ്ടാവാം, ഞായറാഴ്ച ദിവസം മാത്രം. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാവരും ജപമാല ചെല്ലുക എന്നൊരു കൂടി കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് 3 സമ്മാനങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. അതിലൊരു സമ്മാനം ഈശോ തന്നെയാണ്, പിന്നെ ഒരു സമ്മാനം നമ്മുടെ സഹോദരങ്ങളാണ്, അതിനൊരു ദൈവശാസ്ത്രമുണ്ട്. 3ാമത്തെ ഒരു സമ്മാനം പരിശുദ്ധ അമ്മയാണ്. കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമുക്കറിയാം, ബെനഡിക്ട് മാർപ്പാപ്പ പിന്നീട് പോപ്പ് ഫ്രാൻസിസും എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കാൽവരിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ കാൽവരിയിൽ എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം വിശുദ്ധ കുർബാനയിൽ സംഭവിക്കും. കാൽവരിയിൽ നടന്ന ഒരു കാര്യമാണ് യോഹന്നാനോട് പറയുന്നത്, അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെട്ട ശിഷ്യനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ വിശുദ്ധ ബലി അർപ്പിക്കുന്ന ഓരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ അമ്മയോട് പറയും, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൾ. അപ്പൊ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഇറങ്ങുമ്പം ഈ അമ്മ നമ്മുടെ കൂടെ വരും. കാര്യം അമ്മയ്ക്ക് മകൻ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്, അമ്മ മകൻ പറഞ്ഞത് കേൾക്കും. അപ്പൊ അമ്മ നമ്മുടെ കൂടെ. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ് ഈ പരിശുദ്ധ അമ്മ എന്നുള്ളത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ നടക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോൾ ഞാൻ അച്ഛനോട് മിണ്ടുന്നില്ലെങ്കിൽ അത് അച്ഛന് വലിയൊരു വിഷമമാണ്. ഞാൻ ഒന്നും മിണ്ടാതെ നടക്കുവാണെങ്കിൽ, പക്ഷെ ഞാൻ മിണ്ടുമ്പോൾ അച്ഛന് സന്തോഷമാണ്, നമ്മുടെ ബന്ധം വളരുന്നു. ഇതെല്ലാം ഇതുപോലെ തന്നെയാണ്. നമ്മൾ ആ അമ്മയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ ആ അമ്മയോട് സംസാരിക്കുന്നില്ലെങ്കിൽ ആ അമ്മ എന്തോരം വേദനിക്കും. അപ്പൊ അമ്മയോട് സംസാരിക്കാൻ ഇന്ന് നമുക്കുള്ള ഏറ്റവും എളുപ്പമാർഗം ഏതാ? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാന്നുള്ളത്. അപ്പൊ ഈ ആ അമ്മയോട് സംസാരിക്കാൻ ഇന്ന് നമുക്കുള്ള എളുപ്പമാർഗം ജപമാലയാണ്. ഈ പ്രത്യക്ഷീകരണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അച്ഛൻ പറഞ്ഞില്ല, ആദ്യം നമ്മൾ ഒഫീഷ്യലായിട്ട് ചർച്ച് ഡിക്ലെയർ ചെയ്യുന്ന പ്രത്യക്ഷീകരണമുണ്ട്. നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന ദൈവാനുഭവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അനുഭവം, ഇത് നമുക്ക് നൽകുന്ന പരിശുദ്ധ അമ്മ നൽകുന്ന പ്രത്യക്ഷീകരണമാണ്. നമുക്ക് പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് പരിശുദ്ധ അമ്മ നൽകുന്ന പ്രത്യക്ഷീകരണമാണ്. നമുക്ക് ചിലപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ സഭ ഇതിനെ ഏറ്റുപറയോ പ്രൊക്ലെയിം ചെയ്യും, കാരണം ഇൻഡിവിജ്വലായിട്ട് ലഭിക്കുന്ന പ്രത്യക്ഷീകരണം. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോഴോ ജപമാല ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ മറിയത്തിന്റെ സ്തോത്രഗീതം ബൈബിളിൽ വായിക്കുമ്പോഴോ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കംഫർട്ട്, ആശ്രയം, അല്ലെങ്കിൽ ഈശോയെ കുറിച്ചുള്ള നമ്മുടെ ഈശോയുടെ അനുഭവം, ഇതെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വ്യക്തിപരമായ പ്രത്യക്ഷീകരണമായിട്ട് നമ്മൾ അതിനെ സ്വീകരിച്ചത് നല്ലതാണ്. സഭ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, സഭ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്, സഭയെ മുന്നോട്ട് നയിക്കുന്നത് എന്താണ്. ഡോൺ ബോസ്കോയ്ക്കുണ്ടായ അതേ ഒരു സ്വപ്നം തന്നെ നമുക്ക് പറയാം. എന്താണ്? 1 വിശുദ്ധ കുർബാന, 2 ജപമാല എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്ക് ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതാണ്,
ഇന്ന് കുടുംബത്തെ ആക്രമിക്കുന്ന ഒരുപാട് പൈശാചികമായ കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾ ചിലപ്പോൾ വഴിതെറ്റി പോകുന്നു, ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്നു. ഇവിടെയെല്ലാം സംരക്ഷണത്തിന് നമ്മൾ 2 ആയുധങ്ങൾ ഉപയോഗിക്കണം. 1 വിശുദ്ധ കുർബാന, 2 ജപമാല. കുടുംബം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ സാത്താൻ ആക്രമിക്കില്ല. നിങ്ങളുടെ കുടുംബങ്ങളിലെ മക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ പ്രതിഷ്ഠിച്ചാൽ ആ മക്കളെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ജപമാല മാസം മാത്രമല്ല നമ്മൾ ജപമാല ചൊല്ലേണ്ടത്. ആ അമ്മയ്ക്ക് നമ്മളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ അമ്മയോടും സംസാരിക്കണം. അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ വ്യക്തിപരമായ ഒരു ജപമാല ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ലത്. എന്നാലും കുടുംബം ഒരുമിച്ചിരുന്ന ഒരു ജപമാല ചൊല്ലുകയാണെങ്കിൽ ആ കുടുംബം സാത്താന്റെ ശക്തിയിൽ നിന്നും സംരക്ഷണം കിട്ടുന്ന ഒരു കുടുംബമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടാം. ഞങ്ങളെല്ലാ വൈദികരുടെയും എല്ലാ ആശീർവാദവും നിങ്ങളെ ഓരോ കുടുംബങ്ങൾക്കും ഞങ്ങൾ നേരുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.